നമസ്തേ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, സാമൂഹിക പരിഷ്കർത്താവ്, നിയമവിശാരദൻ, വിദ്യാഭ്യാസ സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങി എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിലും ദളിതരുടെയും അന്തസ്ഥരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ് അംബേദ്കറുടെ ജനനം. 1907 മെട്രിക്കുലേഷൻ പാസ്സായി. തുടർന്ന് എൽഫിൽസ്റ്റൺ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് ആർട്സ് പഠിച്ചു. 1927 സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD കരസ്ഥമാക്കി. 1916 ലണ്ടനിലെ ഗ്രേസ് ഇന്നിൽ ബാർ കോഴ്സിൽ പ്രവേശനം നേടി. ഇതോടൊപ്പം ലണ്ടനിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ മറ്റൊരു ഡോക്ടറൽ തീസിസും ചെയ്തു. 64 ഭാഷകളിൽ അറിവുണ്ടായിരുന്ന അംബേദ്കറിന് 11 ഭാഷകളിലും പ്രാവീണ്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വ്യക്തിയാണ് BR അംബേദ്കർ. 1980 ജനുവരി 26 അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം. ദളിതർ, ആദിവാസികൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, ബുദ്ധമതം സ്വീകരിക്കുന്നവർ എന്നിവരെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ ജയന്തി ഒരു സുപ്രധാന ദിവസം തന്നെയാണ്. കാരണം അവർക്കെല്ലാം വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിച്ചു. 1928 ഏപ്രിൽ 14 പൂനെയിലാണ് ആദ്യമായി അംബേദ്കർ ജയന്തി ആഘോഷിച്ചത്. ഭീം ജയന്തി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന അംബേദ്കർ ജയന്തി ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ സമത്വ ദിനമെന്നും അറിയപ്പെടുന്നു.